ജന്മാദ്യസ്തോന്നയാദിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തേ സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം 16-ാമത്തെ പ്രഥമസ്കന്ധം 16-ാമത്തെ അധ്യായം പാരായണം നമുക്ക് നോക്കാം. സൂത ഉവാച തതപരീക്ഷിത് നിജവര്യശിക്ഷയാ മഹിമഹാഭാഗവതശാസഃ യഥാ ഹി സൂത്യാം അഭിജാതകോവിദാഃ സമാദിശൻ വിപ്രമഹദ്ഗുണസ്തഥാ സ ഉത്തരസ്യ തനയാം ഉഭയേമൈരാപതിം ജനമേജയാദിം ചതുരത്തസ്യാമുത്പാദയത് സുതാൻ ആജഹാരശ്വമേധാൻ സ്ത്രീൻ ഗംഗായാം ഭൂരിദക്ഷിണാൻ ശാരദ്വതം ഗുരും കൃത്വാ ദേവാം യത്രാക്ഷിഗോചരാഃ നിജഗ്രാഹോ യശ വീരാകലി ദിഗ്വിജയേ കുജൽ നൃപലിംഗധരം ശൂത്രഖനന്തം ഗോമിദിനം പദ ശൗനകൗവാച കസ്യഹേതോ നിജഗ്രാഹകലിംഗ് ദിഗ്വിജയേ നൃഭാ ദേവ ചിന്ന ദൃക്ഷൂത്രകോസൗ ഗാം യപദാകനൽ തക്കത്യതം മഹാഭാഗായതി കൃഷ്ണകഥാശ്രയാം അഥവാസ്യ പദം ഭോജമകരന്ധലിഹാം തഥാം കിമന്യർ അസദാലാഭേർ ആയുഷോ യതത്വയാക്ഷുദ്രാവിഷാം നൃണാമംഗ മർത്യാനാമൃതമിച്ഛതാം ഇഹോ ബഹൂതോ ഭഗവാൻ മൃത്യുശ്യാമിത്രകർമ്മണി ന കച്ചിൽ മ്രിയതേ താവയാവതാസ്തൈഹാന്തകാം ഏതദത്തം ഹി ഭഗവാനാകൂത പരമർഷിഭിയഹോ നൃലോകേ പീയേതാഹല്ലീലാമൃതം ഭജ മന്ദസ്യ മന്ദപ്രജ്ഞസ്യാമയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയതേ നക്തം ദിവാ ച വ്യർത്ഥകർമ്മഭിः. സൂത ഉവാച യഥാ പരീക്ഷിത് ഗുരുചാങ്കലേ ശൃണോൽക്കലിം പ്രവിഷ്ടം നിജചക്രവർത്തിതേ നിശമ്യവാർത്താം അനതിപ്രിയാം തതശ്ശരാസനം തന്ത്രികചണ്ഡിരാദദേ സ്വലംകൃതം ശ്യാമതുരംഗയോചിതം സരിതം മഹേന്ദ്ര രഥം മഹേന്ദ്ര തജം ആശ്രിതപുരാട് പൃഥോരഥാശ്ച ദിപപത്തിയുക്തയാ സുസേനയാ ദിഗ്വിജയായ നിർഗത ഭദ്രാശ്യം കേതുമാലഞ്ച ഭാരതം ചോത്തരാൻ കുരും കിം പുരുഷാദീനി വർഷാണി വിജിത്തജഗൃഹേ ബലീം തത്രോപചൃണ്വാനപൂർവേഷാം മഹാത്മനാം പ്രഗീയമാണം ജയശ കൃഷ്ണമാഹാത്മ്യസൂചകം മാനഞ്ച പരിത്രാതമശ്ചത്താസ്ത്രതേജസാം സ്നേഹം ച വൃഷ്ണിർപാർത്ഥാനാം തേഷാം ഭക്തിം ജഗേ ച വേദേഭ്യ പരമതന്തുട്ടപ്രീത്വചിംബിതലോചന മഹാദനാനി വാസാം തിദിതോകാരാത്മകാമനാ കാരിത്യപാരിഷതസേവന സഖ്യ ദൗത്യവീരാസനാനുഗമനത്തവന പ്രണാമാൻ നിദ്ദേശു പാണ്ഡുഷു ജഗത്പ്രണതിം ച വിഷ്ണോർഭക്തിം കരോതി നിപതിച്ചരണാരവിന്ദേ സൈവം വർത്തമാനസ്യ പൂർവേഷാം പ്രത്യമന്വഹം ന അതിദൂരേ കിലാശ്ചര്യം യഥാസീതന്നിബോധമേ ധർമ്മം പദേകേന ചരൻ വിച്ഛായാം ഉപലഭ്യകാം പൃച്ഛതി സ്വാത്മവദനാം വിവർസാം ഇവമാതരം ധർമ്മ ഉവാച കച്ചിത് ഭദ്രേ അനാമയം ആത്മനത്തെ വിച്ഛായാസിം മ്ലായതേ ഷൺമുഖേന. കച്ചിത് ഭദ്രേ അനാമയം മാർക്കുണ്ട് അവിടെ. അപ്പം നാമയല്ല അനാമയം. അനാമയം കച്ചിത് ഭദ്രേ അനാമയം ആത്മനർത്തെ വിച്ഛായാസി മ്ലായതേ ഷൺമുഖേന. ഇവിടെ ഷൺമുഖനൊന്നുമില്ല, സുബ്രഹ്മണ്യനും ഇല്ല കേട്ടോ. പിന്നെ എങ്ങനെ ഷൺമുഖേന എന്ന് വന്നത്? മ്ലായേത പ്ലസ് ഈഷത്ത് പ്ലസ് മുഖേന. മുഖമാണ് ഉള്ളത്. എങ്ങനത്തെ മുഖം? അഹർമുഖല്ല, ഷൺമുഖം. ഈഷൻ ചേർത്തിട്ടാണ് വരുന്നത്. വിഷമിക്കുന്ന എന്താ നിനക്ക് മുഖത്തൊരു ഈശലെന്ന് നമ്മൾ ചോദിക്കുമല്ലോ. ആ ഈശല് അതുതന്നെ ഇവിടെ സംസ്കൃതത്തിൽ അതേ അർത്ഥം തന്നെയാണ്. ഈഷൻ മ്ലായത്തെ പ്ലസ് ഈഷൻ പ്ലസ് മുഖേന. ഈഷത്ത് കൊണ്ട് ദുഃഖം കൊണ്ട് മ്ലായമാവ മങ്ങ, അങ്ങനത്തെ മുഖമാണ് മ്ലായത ഈഷത്ത് മുഖേന. അവിടെ ഷൺമുഖേന ഒരുപാട് ആൾ വായിക്കും, ഷൺമുഖമൊന്നുമില്ല അവിടെ. വിച്ഛായാസി മ്ലായത്തെ പ്ലസ് ഈഷട്ട് പ്ലസ് മുഖേന. ഈഷട്ട് മുഖേന ആലക്ഷയേ ഭവതി മന്ദരാദിന്ദൂരേ ബന്ധം ചോജസീ കഞ്ചന അംബ പാതേർനൂനം ചോജസീം. അവിടെ മേഘപാത എന്നാണ് പദം ഇവിടെ തിരിച്ചിരിക്കുന്നത് തന്നെ തെറ്റാ. പ്രിൻ്റ് അങ്ങനെയല്ല വരിക. മലയാളത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ശോചസീം
എന്നാണ് വാക്ക്. ശോചസീം, ശോചസി എന്നല്ല, ശോചസീം ഏകപാദ, അങ്ങനെ പിരിക്കണം. ശോചസീം ഏകപാദ എന്ന് പിരിച്ച് അടിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൽ, ഒറിജിനൽ ഗ്രന്ഥത്തിൽ. മലയാളത്തിൽ ചിലപ്പോൾ ശരിയാക്കിയിട്ടുണ്ടാവും അദ്ദേഹം. പാതേർ നൂനൻ ശോചസീം, ഏകപാദ ഒറ്റക്കാലിൽ ഓർത്താൽ മതിയല്ലോ. ഏകപാദം ആത്മാനം വാ വൃഷ്ലേർഭക്ഷ്യമാണം ആഹോസുരാദീൻ ഹൃദയജ്ഞഭാഗാം പ്രജ ഉദ സിന്മകമത്യവർഷതി അരക്ഷ്യമാണാത്യ ഉർവിബാലാൻ ശോചസ്യഥോ പുരുഷാദേരിവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമണി. അവിടെ തന്നെ കുകർമണി, കുകർമ്മത്തിൽ, നീ കുകർമ്മത്തിൽ, വാചം ദേവീം ബ്രഹ്മകുലേ കുകർമണി. അബ്രഹ്മണ്യ, ബ്രഹ്മണ്യ എന്ന് വായിക്കുമ്പോൾ പിരിക്കുമ്പോൾ എന്താ, അബ്രഹ്മണ്യ, കുകർമണി പ്ലസ് അബ്രഹ്മണ്യേ, കുകർമണ്യ ബ്രഹ്മണ്യേ. രാജകുലേ കുലാഗ്ര കുകർമണി അബ്രഹ്മണ്യേ. ഒന്നിച്ച് വായിച്ച പ്രശ്നമില്ല. കുകർമണി ബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രാൻ കിഞ്ചത്രബന്ധൻ കരുണോപസൃഷ്ടാൻ രാട്ടാണി വാർത്തേരവരോപിതാനി ഇതത്തതോ വാസനപാന വാസസ്ഥാന വ്യവായോന്മുഖ ജീവലോകം യദ്വാംബത്തെ ഭൂരിപരാവതാരകൃതാവതാരകരതരിത്രിയന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണവിളംബിതാനീദം മമ ചക്ഷ്വാസവാധിമൂലം വസുന്ധരേ ഏന വികസിതാസി കാലേന വാതേ ബലിനം ബലീയസാ സുരാത്യതം കിം മുദമംബതോപകം ധരണ്യവാച പവാൻ കീ വേദതത്സൽമന്മാന്തർമാനപൃച്ഛതേ ചതുർഭിർവർത്തതേ ഏനാപാതേർലോകസുഖാവഹൈ സത്യം ചോജന്തയാട്ടാന്തിത്യാഗം സന്തോഷ ആദ്യമൻ സമോദമത്തപസ്സാമിന്ദിച്ചോപരതിസുധാം ജ്ഞാനം വിരക്തിരൈശ്വര്യം, വിരക്തി പ്ലസ് ഐശ്വര്യം കൂടി ചേരുമ്പോൾ വിരക്തിരൈശ്വര്യം. ശൗര്യം തേജോ ബലം മതി സ്വാതന്ത്ര്യം കൗശലം കാന്തി ധൈര്യം മാർദ്ദവമേവ ച പ്രാഗൽഭ്യം പ്രശ്രയശ്രീലം സഹ ഓജോ ബലം ബഗാം ഗാംഭീര്യം സ്ഥൈര്യം ആസ്തിക്യം കീർത്തിമാനോ അനഹങ്കൃതി അനഹങ്കൃതി ഏതേജന്യേജ ഭഗവൻ നിത്യ എത്ര ഗുണാ പ്രാർത്ഥ്യമകർത്തമിച്ഛന്തിത്മകർക്കിജിൽ തേനാഹം ഗുണപാത്രേണ ശ്രീനിവാസേന താമ്പ്രതം ശോചാമി രഹിതം ലോകം പാത്മനാ കലിനേക്ഷിതം ആത്മാനം ജാനി ശോചാമി ഭവന്തം ചാമരോത്തമം ദേവാൻ പിതൃൻ ഋഷീൻ സാധൂൻ സർവാൻ വർണ്ണാൻ തദാശ്രമാൻ ബ്രഹ്മാദയോ ബഹുതിതം നിതഭാംഗമോക്ഷ കാമാസ്തപ സമചരൻ ഭഗവത് പ്രപന്നാ സാ ശ്രീസ്വസമരവിന്ദവനം വിഹായ യത്പാദസോപകമലം ഭജതേനുരക്ത തസ്യാഹം അബ്ജകുലിശാങ്കുശ കേതുകേത് ശ്രീമദ്ഭജർ ഭഗവതസമലങ്കൃതാംഗീ ത്രിനത്യരോച ഉപലഭ്യ തതോ വിഭൂതിൽ ലോകാൻസ മാം വ്യസൃജത ഉസ്മയതിൻ തദന്തേ യോ വൈ മമാതിപരമാസുര വംശരാജ്ഞമക്ഷോഹിണേ ശതമഭാനുദാത്മതന്ത്രം ദത്തമൂനപദമാത്മനി പൗരുഷേണ സമ്പാദയൻ യജഷോ രമ്യം സമ്പാദയൻ യജഷോ രമ്യം അഭിപ്രദംഗം കവതഹേതവിരഹം പുരുഷോത്തമസ്യ പ്രേമാവലോകരുചിരസ്മിതവൽഗുജൽപൈ സ്ഥൈര്യം സമാനമഹരൻ മധുമാനിനീനാണ്ടോമോത്സവോ മമയതംഗ്രിവിടങ്കിതായ തയോരേവങ്കതയതോ പൃഥിവീധർമ്മയോസ്തദാ പരീക്ഷിന്നാമ രാജശ്രീ പ്രാപ്തപ്രാജീ സരസ്വതീം. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹം സംഹിതായാം പ്രഥമസ്കന്ധേ പൃഥിവീധർമ്മസംവാദോ നാമ ഷോഡശോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 16-ാമത്തേല് പൃഥ്വീധർമ്മസംവാദോ നാമ. പൃഥ്വി ഭൂമി, ധർമ്മദേവനും കൂടിയുള്ള സംഭാഷണം. ദുഃഖിച്ച് കാണുന്നതായ പൃഥ്വിയോട് ധർമ്മദേവൻ ചോദിക്കുന്നു, എന്താണ് എൻ്റെ ദുഃഖത്തിന് കാരണം? അപ്പോഴാണ് എന്തുണ്ടായി? പരീക്ഷിത് നാമ രാജർഷി. സരസ്വതി നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇതൊക്കെ നടക്കുന്നത്. പരീക്ഷിത്ത് അവിടെ എത്തിച്ചേർന്നു. സൂതവാച 18-ാമത്തെ അധ്യായം. തത്ര ഗോമിഥുനൻ രാജാ ഹന്യമാനമനാസവൽ ദണ്ഡകർത്തം ച വൃഷളം ദദൃശേ ത്രിബലാഞ്ചനം. തത്ര അവിടെ ഈ കാളയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടനായ കലിയെ കണ്ടു. കലിക്ക് രൂപം അടുത്ത് വന്നിരിക്കുകയാണ്. അവിടെ വളരെയധികം ഭയാനകവും ആർക്കും വെറുപ്പും മറപ്പൊക്കെ ഉണ്ടാക്കുന്ന കൊമ്പൻ മീശയിട്ട് കറുത്ത സ്വരൂപമാണ് കലിക്ക്. സുമാർ അങ്ങനെയൊക്കെ പറയുക. അങ്ങനെ വികൃത രൂപത്തിലുള്ള കലി, അനാഥമായിട്ട് ഒരു ആളും രക്ഷിക്കാനില്ലാതെ അതാണ്ട് നമ്മൾ അനാഥത്വം എന്ന് പറയാം. ആ കാളയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട്
ഹന്യമാനം ഉപദ്രവിക്കുക, അടിക്കുക. ആരെയാ? ഗോമിഥുനം. കാളയുണ്ട് ഇവിടെ, പശുവുണ്ട്. പശുവിനെ നേരിട്ട് ഉപദ്രവിക്കണില്ല, പക്ഷേ കാളയെ ഉപദ്രവിക്കുന്നത് പശുവിനെ ഉപദ്രവിക്കുന്നത് സമാനമാണ്. കാണും. അതിലാണ് ഭൂമി ദുഃഖിച്ചത്. പശു ഭൂമിയുടെ പ്രതീകവും കാള ധർമ്മദേവൻ്റെ പ്രതീകവുമാണെന്ന് ഓർക്കണം. വെറും കാളയും പശു അല്ല കേട്ടോ അത്. ഗോമിഥുനം. ഈ ഗോമിഥുനത്തെ ഉപദ്രവിക്കുന്നത് ആരും തന്നെ രക്ഷിക്കാനില്ലാതെ അങ്ങനെ തുടർന്നു കൊണ്ട് ഇരിക്കുമ്പോൾ നൃപലാഞ്ചനം, രാജാവിൻ്റെ അടയാളത്തോടു കൂടിയവനും ദണ്ഡകർത്തം, കയ്യിൽ ശിക്ഷിക്കാനുള്ള അടയാളമാണ് ദണ്ഡ്, അതോടുകൂടിയതുമായ വൃഷളം ശൂദ്രനെയും കണ്ടു. കാളയെ അട്ടിക്കാൻ വേണ്ടിയിട്ട് ശൂദ്രൻ വടി കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ദണ്ഡകർത്തം, കയ്യിൽ ദണ്ഡത്തോടു കൂടിയവനായിട്ടുള്ള ശൂദ്രനെ കണ്ടു. ഈ വടിയും കൊണ്ടാണ് അടിക്കണത്. രാജാവ് ദർശിച്ചു. തത്ര ഗോമിഥുനം അനാഥവത് അന്യമാന ഗോമിഥുനം. അനാഥ പോലെ ഉപദ്രവിക്കുന്ന ഗോമിഥുനത്തിനെ ദദൃശേ, രാജാവ് കണ്ടു. വലിയ കേമനായിട്ട് കൊല്ലാനുള്ള ശിക്ഷിക്കാനുള്ള ദണ്ഡ് ഒക്കെ കയ്യിൽ പിടിച്ചിട്ട് ആ കലി നിൽക്കണത് അവൻ തന്നെയാ കേമൻ എന്നാണ് അവൻ്റെ വിചാരം. അങ്ങനെ നിൽക്കുന്ന ശൂദ്രനായ കലിയെയും രാജാവ് കണ്ടു. വൃഷമൃണാളധവളം മേഹന്തം ഇവ ബിഭ്യതം വേപമാനം പതേകേന ശൂദ്രൻ സീദന്തം ശൂദ്രതാഡിതം ഗാം ച ധർമ്മദുഗാം ദീനാം പ്രശൻ ശൂദ്രപദാഹതാം വിവത്സാം സാശ്രുവദനാം ക്ഷാമാം എവസമിച്ഛതീം. പിന്നെ കണ്ടതിനെ ഒന്ന് വിവരിക്കുകയാണ്. മൃണാളധവളാൻ, താമര വളയം പോലെ വെളുത്ത നിറം ഉള്ളതും. താമര വളയപ്പോൾ വെളുത്തതാണോ എന്ന് ചോദിച്ചാൽ കറുത്ത നിറത്തിലാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വെള്ള താമരയാണ്, വെള്ളയുണ്ടോ, ഓരോ താമരയ്ക്ക് വ്യത്യാസമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ ശുഭ്രനിറമുള്ളതും ധവളം വെള്ളയാണല്ലോ. അപ്പം മൃണാളധവളാൻ, താമര വളയം പോലെ വെളുത്ത നിറമുള്ളതും ബിഭ്യതം ഭയപ്പെട്ടിരിക്കുന്നതും. പേടിച്ചിട്ട് പശു മൂത്രമൊഴിക്കുന്നുണ്ട്. മേഹന്തം ഇവ, മൃഗങ്ങളങ്ങനെയുണ്ടോ, പേടിച്ചാൽ മൂത്രമൊഴിക്കും. മേഹന്തം ഇവ, മൂത്രമൊഴിക്കുന്ന. ഏകേന പദം, ഒരു കാലോട് കൂടിയ കാള. പേടിച്ച് വേദന സഹിക്കാതെ പൊരിഞ്ഞ് അത് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പേടിച്ചിട്ട്. ഇനി എന്തൊക്കെ ഈ ശൂദ്രൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ. വേപമാന, വിറയ്ക്കുന്നുണ്ട്. ഭയത്തോടു കൂടി കൊല്ലുമെന്നും പേടിയുണ്ട്. കൊല്ലാനും മടിക്കില്ലല്ലോ അങ്ങനത്തെ ദുഷ്ടന്മാർ. വേപമാന, വിറച്ചു കൊണ്ടിരിക്കുന്ന ശൂദ്രതാഡിതം, ശൂദ്രനാൽ താടിക്കപ്പെട്ടിരിക്കുന്നതും സീതന്തം, തളർന്നിരിക്കുന്നതുമായ വൃഷം കാളയെയും ധർമ്മദുക, ധർമ്മത്തിന് കാരണമായ ഹവിസിനെ കറക്കുന്നതും ആയ പശുവിനെയും കണ്ടു. ഇങ്ങനെയൊക്കെ മൂത്രമൊഴിച്ച് ഭയന്ന് 3 കാല് പോയ കാളയെയും കണ്ടു, പശുവിനെയും കണ്ടു. നേരത്തെ പറഞ്ഞത് ആദ്യത്തെ ശ്ലോകത്തിലൊക്കെ കാളയുടെ വിശേഷണമാണെങ്കിൽ ശൂദ്രതാഡിതം, ശൂദ്രനാൽ താടിക്കപ്പെട്ടത്. പിന്നത്തേതൊക്കെ പശുവിൻ്റെ വിശേഷണമാണ്. എന്തൊക്കെ പശുവിൻ്റെ വിശേഷണം? ഗാം ച ധർമ്മദുഹാം, ധർമ്മത്തിന് കാരണമായ ഹവിസിനെ കറക്കുന്നത് എന്നാണ് അർത്ഥം വരിക. ധർമ്മത്തിന് കാരണമായിട്ട് യാഗത്തിന് ഹവിസ് വേണം. യാഗത്തിന് കൊടുക്കുന്ന നിവേദ്യമാണ് ശരിക്കും ഹവിസ്. ഇത് നിവേദ്യം കൊടുക്കണമെന്ന് വെച്ചാൽ അവിടെ ഹവിസ് എന്നാണ് പറയുക യാഗമാവുമ്പോൾ. അപ്പം അതിനെ തരുന്നത് ആരാചോദിച്ച ഭൂമിയാണ്. ഭൂമിയിൽ നിന്നാണല്ലോ ഏത് ഹവിസും കിട്ടുക. ഏവം ധാന്യങ്ങളാവട്ടെ, പാലാവട്ടെ, മോരാവട്ടെ, എല്ലാം ശരിക്കും പറയുക വെച്ചാൽ ഭൂമിയിലാണ് പശുക്കൾ ഉണ്ടാവുന്നത്, ആകാശത്തുണ്ടാവില്ല. അപ്പോൾ ആ ഭൂമി പശുക്കൾ തരുന്നതും ഏതിൽ നിന്ന് കിട്ടിയതായിട്ട് കണക്കാക്കും? ഭൂമിയിൽ നിന്ന് കിട്ടിയതായിട്ട് കണക്കാക്കും. കാരണം പശുക്കൾ ഉണ്ടാവണം വെച്ചാൽ പുല്ല് തിന്നണം. പുല്ല് എവിടെയാണ് ഉണ്ടാവുക? ഭൂമിയിൽ അല്ലേ. അപ്പോൾ ആ പുല്ല് തിന്നിട്ടാണ് പശുക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ പശുക്കളുടെ നിലനിൽപ്പിനും ഭൂമിയാണ് ആധാരം. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ധർമ്മദുഹാം, ധർമ്മത്തിന് ആവശ്യമായവയെ കൊടുക്കുന്ന ഭൂമിയും ദീനാം, ധർമ്മദേവൻ്റെ അവസ്ഥ കണ്ട് ദുഃഖിക്കുന്നതുകൊണ്ടാണ് ദീനാം. വൃഷം പറഞ്ഞിരിക്കണു. വൃഷം വളരെയേറെ ഏറ്റവും ശൂദ്ര പദാഹത, ശൂദ്രൻ്റെ കാൽ കൊണ്ട് ഹനിക്കപ്പെട്ടതും. വൃഷം എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കപ്പെട്ടത് എന്നൊക്കെയാണ്. ശൂദ്രൻ്റെ കാൽ കൊണ്ട് ഉപദ്രവിക്കപ്പെട്ടതും. ശൂദ്രപദാഹത
അതുപോലെ തന്നെ വിവത്സാം, കുട്ടിയോട് കൂടാത്തത്, കുട്ടിയില്ല, പശുവിൻ്റെ കുട്ടിയില്ല. വിവത്സാം, കുട്ടിയോട് കൂടാത്തതും. ബൽസാം, വിവത്സാം അത് വിപരീതമാണ്. വിവത്സാം എന്ന് പറഞ്ഞാൽ കുട്ടിയോട് കൂടാത്തത്, ഇല്ലാത്തത്. സ അശ്രുവദനാം, കണ്ണീരൊഴുകുന്ന മുഖത്തോട് കൂടിയതും. ക്ഷാമാം, മെലിഞ്ഞതും. യവസ, പുല്ലിനെ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നുണ്ടോ? എത്രയായി തിന്നിട്ട് നിശ്ചയില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പുല്ല് തിന്നാൻ ആഗ്രഹിക്കുന്ന, പശുക്കൾക്ക് ആഹാരം പുല്ലാണ്, അപ്പം അതിനെ ആഗ്രഹിക്കുന്ന. ആ പശുവിനെ കണ്ടു. വൃഷം ശൂദ്രപദാഹതാം, ശൂദ്രപദാഹതാം വൃഷം അവിടെ വളരെ കൂടുതൽ, വെരി വെരി, ഇംഗ്ലീഷിലത്തെ വെരി എന്നുള്ള അർത്ഥമാണ് വരിക, വളരെയധികം. ശൂദ്രപദാഹതാം, വളരെയേറെ ശൂദ്രനാൽ ഉപദ്രവിക്കപ്പെട്ടവൾ. ധർമ്മത്തിന് വേണ്ട വസ്തുക്കൾ കൊടുക്കുന്നവ. ധർമ്മദുഹാം, കറന്നെടുക്കാൻ പറ്റും ഭൂമിയിൽ നിന്ന്. ദീനാം, ദീനവദനോടുകൂടി ആയ, കണ്ണീരൊഴുക്കുന്ന, കുറച്ച് പുല്ല് തിന്നാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, വിശക്കുന്ന പശുവിനെ രാജാവ് കണ്ടു. പപ്രച്ഛ രഥമാരൂഢക്കാർത്തസ്വരപരിച്ഛതം മേഘഗംഭീരയാവാച സമാരോപിത കാർമുഖ. ഇവിടെ നടക്കുന്നത് അധർമ്മമാണ്. കാരണം ഈ ശൂദ്രൻ ശിക്ഷ അർഹിക്കുന്നു. നിരപരാധിയായിട്ടുള്ള പശുവിനെ ദുഃഖിപ്പിക്കുക, 4 കാലുള്ളതിലത്തെ 3 കാല് വെട്ടിക്കളയുക. ഇതിലും മീതഞ്ഞി ദ്രോഹം എന്താ ഉള്ളത്? അങ്ങനെ അലങ്കരിക്കപ്പെട്ടതായ ആ രാജാവ് കാർത്തസ്വരപരിച്ഛതം, കാർത്തസ്വരം സ്വർണ്ണാലങ്കൃതം, സംസ്കൃതമാണ് ഈ കാർത്തസ്വരപരിച്ഛതം. അലങ്കാരത്തോടു കൂടിയതായ തേരെന്നെ സ്വർണം കൊണ്ട് അലങ്കരിച്ചതാണ്. ആരൂഢാം, ആരോഹണം ചെയ്തവനും. സമാരോപിത കാർമുഖാം, ഞാണൊക്കെ കൂട്ടിക്കെട്ടി ഏതൊരു ശത്രുവിനെയും അമ്പെയ്ത് വധിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന. സമാരോപിത കാർമുക, കാർമുകം വില്ല്, സമാരോപിതം കൂട്ടിക്കെട്ടിയ. ഞാണൊക്കെ കൂട്ടിക്കെട്ടിയിരിക്കുന്നു, പെട്ടെന്ന് കൂട്ടിക്കെട്ടാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി തന്നെ വെച്ചിരിക്കുകയാണ്. ശത്രുക്കൾ വന്നാൽ കട്ടയിൽ നിന്ന് അസ്ത്രം അയച്ച് അവൻ്റെ കഥ കഴിക്കാൻ. സമാരോപിത കാർമുക, വലിച്ചു കെട്ടിയിട്ടുള്ള വില്ലോട് കൂടിയതും. മേഘഗംഭീരയാ, മേഘത്തിൻ്റെ ഗർജനം പോലെയുള്ള വാക്കുകൊണ്ട് ചോദിച്ചു. രാജാവിൻ്റെ ഇടിവെട്ടുന്ന ശബ്ദം പോലെ എന്ന് പറഞ്ഞാൽ ഗാംഭീര്യം ഉള്ള ശബ്ദം പോലെ. പലപ്പോഴും ഭഗവാന്റെ വാക്ക്, രാജാക്കന്മാരുടെ വാക്ക്, വീരപുരുഷന്മാരുടെ വാക്ക്, ഇതൊക്കെ മേഘനാദത്തോടു കൂടിയിട്ട് ഉപമിക്കുക. മേഘഗംഭീരയാ വാച, അത് കാവ്യത്തിലത്തെ ഒരു ശൈലിയാണ്. എപ്പോഴും കാണാം, പല ഗ്രന്ഥങ്ങളിലും കാണാം മേഘഗംഭീരയാ വാച. മേഘത്തിന് എങ്ങനെയാണ് ശബ്ദം ഉണ്ടാവുക? ഇടിവെട്ടിയിട്ട്, വേറെ ശബ്ദം ഉണ്ടാവാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഇടിവെട്ടിക്കുന്ന ഗാംഭീര്യത്തോടു കൂടിയിട്ട് വില്ല് കയ്യിൽ അങ്ങനെ പിടിച്ചു ചോദിച്ചു. കസ്തം മച്ചരണേ ലോകേ ബല സംസ്യബലാൻ ബലി നരദേവോ ശിവേഷേണ നടബൽകർമ്മണ ആത്മിജ. ഞാൻ ഭരിക്കുന്ന ഈ രാജ്യത്ത് മച്ചരണേ, ഞാൻ ശരണമായിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഉള്ളവരൊക്കെ. അവിടെ ലോകേ ബലി, ബലവാനായിട്ടുള്ള നീ, അബലാൻ, ബലഹീനന്മാരെ ദ്രോഹിക്കുന്നു. ഇത് അധർമ്മമാണ്. തുല്യബലമുള്ളവർ മുട്ടുകയാണെങ്കിൽ പിന്നെ അതിനൊരു ന്യായമുണ്ട്. പശു എത്ര അതിനൊന്നിനും ചെയ്യാൻ കഴിയുമോ? മിണ്ടാപ്രാണിയായിട്ടുള്ള ബലമില്ലാത്തതായ നാൽക്കാലിയെ കൂറ്റനായിട്ടുള്ള നീ ഉപദ്രവിക്കുന്നത് എങ്ങനെയാണ് ധർമ്മമാവുക? ബലാത് ഹംസ്യബലാൻ ഹനിക്കുന്നു, നീ ഹനിക്കുന്നു. മച്ചരണേ ലോകെ, ഞാൻ ഭരിക്കുന്ന രാജ്യത്ത് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. ബലാത് ഹംസ്യബലാൻ ബലി ഹംസി, നീ ഹനിക്കുന്നു. നരദേവ, രാജാവാണ് ഞാൻ, എന്നെ കണ്ടാൽ അറിയാലോ. കർമ്മണ അദ്ദിജ, സംസ്കാരമില്ലാത്തവനും ആണ് നീ. അദ്ദിജൻ എന്ന് പറഞ്ഞാൽ, ദിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് പറയാം. സംസ്കാരം കൊണ്ട് രണ്ടാമത്തെ ജന്മം എടുത്തവനെയാണ് ദിജൻ എന്ന് പറയുന്നത്. ദിജൻ, രണ്ടാമത് ജനിച്ചവൻ. ദി എന്നൊരു രണ്ടിനെ കാണിക്കുകയാണ്. ജകാരം, ജന്മത്തിനെ കാണിക്കണം. ഒരാൾ സംസ്കാരം ചെയ്ത് ബ്രാഹ്മണ സംസ്കാരമൊക്കെ ചെയ്ത അയാൾ രണ്ടാമത്തെ ജന്മമാണ്, പഴയ ആളല്ല. ഉപനയനം കഴിക്കുക, പിന്നെ എന്തൊക്കെയാ വെച്ചാൽ ബ്രാഹ്മണനാവാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത അയാൾ പഴയ ആളല്ല, പുതിയ ഒരു ജന്മം കിട്ടിയ പോലെ. അതുകൊണ്ടാണ് ഈ ദിജൻ എന്ന് ബ്രാഹ്മണന് പേര് വരുന്നത്. ദിജൻ ചിലപ്പോൾ ജന്മം കൊണ്ടല്ലാണ്ട് ആവാം. ഉപനയനാദി സംസ്കാരങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഏത് വംശത്തിൽ ജനിച്ചവനും ദിജനാണ്. രണ്ടാമതൊരു ജന്മമാണ് അവനുള്ളത്.
നല്ലൊരു ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചാലും അവൻ ദ്വിജൻ തന്നെയാണെന്നാണ് പറയുക. പിന്നെ സാധാരണ ധർമ്മങ്ങളിൽ നിന്നൊക്കെ അവൻ കുറേ വ്യത്യാസപ്പെട്ട് ആവുന്നു, അതുകൊണ്ട് അവന് ദോഷമൊന്നുമില്ല. അദ്വിജ ഇവിടെ അതല്ല, അങ്ങനെയുള്ള സംസ്കാരങ്ങളില്ലാത്തവനാണ്. അതാണ് അദ്വിജ കർമ്മണ അദ്വിജ. ഒട്ടും സംസ്കാരം ഇല്ലാത്തതായിട്ടുള്ള സംസ്കാരശൂന്യനായിട്ടുള്ള നീ ആരാണ്? കത്തം കൃഷ്ണേ ഗതേ ദൂരം സഗാണ്ഡീവതന്നനാശോച്ചോ സശോച്ചാൻരഹസി പ്രഹരൻ വധമർഹസി. നീ തീർച്ചയായിട്ടും വധാർഹനാണ്. നീ ആരാകുന്നു? അർജുനനോടുകൂടി കൃഷ്ണൻ പോയപ്പോൾ പാണ്ഡവരും പോയിരിക്കണു, കൃഷ്ണനും പോയിരിക്കണു. ഗാണ്ഡീവതന്വാസഹ എന്നോട് പറഞ്ഞിരിക്കണു. ഗാണ്ഡീവതന്വാസഹ കൃഷ്ണേ ദൂരംഗതേ. അർജുനനോട് കൂടിയിട്ട് കൃഷ്ണൻ ദൂരെ പോയിരിക്കുന്ന സമയമായ ഇപ്പോൾ ദൂരംഗതേ അശോച്യാൻ ദുഃഖം അർഹിക്കാത്തവർക്ക് നീ ദുഃഖം കൊടുക്കണു. നീ ആരാണ്? ഇതൊക്കെ നിശ്ചയിക്കാൻ നീ ആരാണ്? ദുഃഖം അർഹിക്കാത്തവർക്കാണല്ലോ ദുഃഖം കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള അധികാരം നിനക്ക് ആര് തന്നു? ഇവിടെ പ്രഹരൻ, പ്രഹരിക്കുന്നവനായിട്ടുള്ള നീ വളരെ മോശമായ സംസ്കാരമുള്ളവനാണ്. ശോച്യ, മോശമായിട്ടുള്ള സംസ്കാരമുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ ശോച്യ എന്ന് പ്രകടിപ്പിച്ചു. ഇത്ര തപ്പതിക്കുമോ മനുഷ്യൻ? മിണ്ടാപ്രാണികളെ ദ്രോഹിക്കുക, കഷ്ടം. ശക്തനോട് എതിരിട്ടാൽ അതിനൊരു രസമുണ്ട്. വമ്പനോട് ഏറ്റിടുകയാണെങ്കിൽ, ഏൽക്കുകയാണെങ്കിൽ. അസി, നീ വധ്യനാണ്, നിനക്ക് വേറെ ശിക്ഷ ഒന്നുമില്ല. വധത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഞാൻ കാണുന്നില്ല. വധം അർഹസി, ഇപ്പം നിന്നെ ഞാൻ കൊല്ലും. അതിനുള്ള അധികാരം എനിക്കുണ്ട്, ചെയ്യുകയും ചെയ്യും. കത്വം കൃഷ്ണേ ഗതേ ദൂരം സഖ ഗാണ്ഡീവതന്ന. ഗാണ്ഡീവതന്നാവ് അർജുനൻ. അവർ രണ്ടാളും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തോന്നിവാസം കാണിക്കുകയാണോ? അവർ പോയി എന്ന് വിചാരിച്ചിട്ട് ഇവിടം അനാഥമായിട്ടില്ല. രണ്ടിവിടെ അശോച്യാൻ്റെ കസി, മഹാമോശമായിട്ടുള്ള സംസ്കാരമുള്ളതായിട്ടുള്ള നീ പാപത്തിനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. വാഥമർഹസി, എൻ്റെ കഥ അപ്പം ഞാൻ കഴിക്കും. തൊമ്പാമണാളതവളപ്പാതേർനൂനപദാചരൻ വിഷരൂപേണ കിം കച്ചിൽ ദേവോനപ്പരിഖേദയൻ. പാതൈ ന്യൂനം, പാദരഹിതനും. 3 കാലേ ഉള്ളൂ, അല്ല 1 കാലേ ഉള്ളൂ, 3 കാലില്ല. 3 കാലില്ല. അപ്പം പാദങ്ങളോട് ഇല്ലാത്തവൻ, പാദങ്ങളില്ലാത്തവൻ പദ, 1 കാൽ കൊണ്ട്, 1 കാലുണ്ടല്ലോ, 1 കാൽ കൊണ്ട് ചരൻ, വളരെ ബുദ്ധിമുട്ടി സഞ്ചരിക്കുന്നു. ഒറ്റക്കാലുകൊണ്ട് എങ്ങനെയാണ് 4 കാലിൽ സഞ്ചരിക്കുക? അതീവ ക്ലേശമായിരിക്കും ആ സഞ്ചാരം ഇല്ലേ. മൃണാളതവള, താമരവിളയം പോലെ വെളുത്ത നിറമുള്ള ഈ കാള നമ്മെ വളരെയേറെ വ്യസനിപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ സജ്ജനങ്ങൾക്ക് കഴിയില്ല. പരിഖേദയൻ, അനാഥയായിട്ട് കാള നോക്കുകയാണ്, ആരെങ്കിലും രക്ഷിക്കുക. എന്ത് രക്ഷയിട്ടാൽ 3 കാല് പോയാൽ? ആ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കുക. ഒരാൾ രക്ഷിക്കാൻ കാലോടെ വയ്ക്കാൻ പറ്റുമോ? ഒട്ടിക്കാൻ പറ്റുമോ? രക്ഷയില്ല. ജീവനോ പോയിട്ടുമില്ല. ആ ഒരു അവസ്ഥയുണ്ടല്ലോ. പരിഖേദയൻ, വ്യസനിപ്പിക്കുന്നതുമായിട്ടുള്ള നീ ആരാണ്? വൃഷരൂപേണ കച്ചിത് ദേവ, ഒരു ദേവനൊറ്റയാണോ? കാളയുടെ വേഷം കെട്ടിയ ദേവനാണോ നീയെ? ആരാണ്? എന്നെ ദുഃഖിപ്പിക്കുന്ന നീ ആരാണ് എന്ന് കാളയോട് ചോദിച്ചു. നജാതു പൗരവേന്ദ്രാണാന്തോർദണ്ഡ പരിരംഭിതേ ഭൂതരേണു പതന്ത്യസ്മിൻ വിനാതേ പ്രാണിനൻസുജ. പൗരവേന്ദ്രാണാം, പൗരവശ്രേഷ്ഠന്മാരുടെ ദോർദണ്ഡപാണി അണയ്ക്കപ്പെട്ടിരിക്കുന്ന, അസ്മിൻ ഭൂതേ ലോകെ, കൈകളാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭൂതലത്തിൽ, രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്റെ കണ്ണീരുകളെ കൂടാതെ തേ ശുച വിന, എൻ്റെ ദുഃഖം കൂടാതെ പ്രാണിനാൻ, ജീവികളുടെ കണ്ണീരുകൾ ജാതും ഞാൻ അനുപതന്തി, ഒരിക്കലും വീഴുന്നില്ല. രാജാക്കന്മാരുടെ കൈകളാൽ രക്ഷിക്കപ്പെടുന്ന ഈ ഭൂമിയിൽ നീ ഒരുത്തൻ മാത്രം കരയുക, അത് ശരിയല്ലല്ലോ. യാതൊരുവനെയും കണ്ണിലെ വെള്ളം വീഴുന്നില്ല. ഇവിടെ ഒരാളും ദുഃഖിക്കണില്ല ഞാൻ ഭരിക്കുമ്പോൾ, നിൻ്റെ ഒഴികെ.
അത് എന്താണ് കാരണം? നിനക്ക് മാത്രം ഈ വിധം ദുഃഖം എങ്ങനെ സംഭവിച്ചു? കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാതെ പറഞ്ഞാൽ ഒരാളുടെയും വരുന്നില്ലല്ലോ. ഭൂതലെ അനുപതന്ത്യസ്മിൻ ബിനാത്തേ, നിന്റെ ഒഴികെ മറ്റൊരാൾ ഇവിടെ ദുഃഖിക്കുന്നത് കാണാനില്ല. അപ്പം അതെന്താണ് കാരണം എന്നെനിക്ക് അറിയണം. മാ സൗരഭേയാനുഷോ വേതു തേ വൃഷളാദ്ഭയം മാരോധീരംഭഭദ്രം തേ കലാനാമൈ ശാസ്ത്രി. നീ പേടിക്കാതെ പറഞ്ഞോ. സൗരഭേയ, സുരഭിയുടെ സന്താനമേ, പശുക്കൾ മുഴുവൻ കാമധേനുവിൻ്റെ മക്കളാണ് എന്നാണ് ഒരു വേർഷൻ പ്രകാരം. എല്ലാ പശുക്കളും റൂട്ട് നോക്കുമ്പോൾ കാമധേനുവിൻ്റെ സന്താനങ്ങളത്രേ. ആ സൗരഭേയ, സുരഭി കാമധേനു, സൗരഭേയൻ കാമധേനുവിൻ്റെ വംശജ എന്ന് വിളിക്കുകയാണ്. റൂട്ട് കാമധേനുവാണ്, അതിൻ്റെ മക്കളാണത്രേ എല്ലാ പശുക്കളെയും. പശുക്കളെയൊക്കെ ദാനം ചെയ്യുമ്പോൾ കാമധേനുവായിട്ട് സങ്കല്പിച്ചിട്ടാണ് കൊടുക്കുക. പണ്ട് കാമധേനു ആണ് ഇനി, കാരണം ആ പശുവിൻ്റെ പാല് വിറ്റിട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് അതുകൊണ്ടാണ് വീട്ടിലെല്ലാം ഉണ്ടാവുന്നത്. അപ്പം പശുമൂലം എല്ലാം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ ശരിയാണ്. പ്രധാന ഒരു കർമ്മമാണല്ലോ പശുവിനെ വളർത്തുന്നത്. ഒരു തൊഴിലാണ് എല്ലാവരുടെയും, ഉത്തമമായ ഒരു തൊഴിലായിട്ടാണ് കണക്കാക്കപ്പെടുക. അപ്പം സൗരഭേയ, സുരഭിയുടെ സന്താനമേ, മാ അനുശോച, നീ ദുഃഖിക്കേണ്ട. ശൂദ്രനിൽ നിന്ന് നിനക്ക് ഭയം ഉണ്ടാവാതിരിക്കട്ടെ. വൃഷളാട്ട്, ശൂദ്രൻ. വൃഷളാട്ട് തേ ഭയം വേതു. വേതു എന്ന് പറഞ്ഞാൽ ഉണ്ടാകാതിരിക്കട്ടെ. നെഗറ്റീവാണ് വേതു. ഭയം വേതു, ഭയം ഉണ്ടാവാതെ ഇരിക്കട്ടെ. ഏ ജനനീമാരോധി, പശുവിനോട് പറഞ്ഞു. ഇത് കാലോടാണല്ലോ ആദ്യം പറഞ്ഞത്. അമ്പ, അമ്മയാണ് പശു എന്നാണല്ലോ നമ്മുടെയൊക്കെ സങ്കല്പം. അമ്പ മാരോധി, നീ കരയേണ്ട. കലാനാം ശാസ്ത്രി, ദുഷ്ടന്മാരെ ഒതുക്കാനാണ് ഞാൻ രാജാവായി നടക്കുന്നത് ഇവിടെ. ശാസ്താവായ മൈ ഞാൻ ഉള്ളപ്പോൾ നിനക്ക് മംഗളം സംഭവിക്കട്ടെ. മാ സൗരഭേയ അനുഷിച്ചോ, ഏ സൗരഭേയ നീ ദുഃഖിക്കേണ്ട. വേതുതേ വൃഷളാത്മം, ഈ ശൂദ്രരിൽ നിന്നും നമുക്ക് ഭയം ഉണ്ടാവില്ല ഞാൻ രാജാവാകുമ്പോൾ. മാരോധീരംഭഭദ്രൻ്റെ, മംഗളസൂപിയായിട്ടുള്ള പശു ദുഃഖിക്കേണ്ട, നമുക്ക് നല്ലത് വരട്ടെ. ഞാൻ രാജാവാകുമ്പോൾ ഇത്തരം ദുഃഖങ്ങളൊന്നും ഇവിടെ അനുവദിക്കില്ല. യസ്യ രാഷ്ട്രേ പ്രജാർ സർവാ ത്രസ്യന്തേ സാധുഭി തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായുർഭഗോ ഗതി. കാമധേനുവിൻ്റെ സന്താനം ഇവിടെ പറയണം. സാധി, ഏ സുശീലേ, സാധുശീലേ. യസ്യ, യാതൊരുത്തൻ്റെ രാഷ്ട്രത്തിൽ ഞാൻ ഭരിക്കുകയാണല്ലോ. അപ്പോൾ ആ രാഷ്ട്രത്തിൽ സർവ പ്രജ അസാധുഭി, ദുഷ്ടന്മാരാൽ പേടിക്കപ്പെടുന്നുവോ, മതിച്ചിരിക്കുന്ന അവൻ്റെ കീർത്തി, ആയുസ്, ഭഗം, ഗതി എല്ലാം നശിക്കും. ഏതൊരു രാജാവ് ഭരിക്കുമ്പോഴാണോ നിരപരാധികളും സാധുജനങ്ങളും ഉപദ്രവിക്കപ്പെടുന്നത്, ആ രാജാവിന് കീർത്തി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നന്മയൊന്നും ആ രാജാവിന് മേൽഗതിയോ നന്മയോ കീർത്തിയോ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് തടയേണ്ടത് നല്ല രാജാവായിട്ടുള്ള എല്ലാവരുടെയും കടമയാണ്, എൻ്റെ കടമയാണ്. തസ്യ മത്തസ്യ നശ്യന്തി, മതിച്ചിരിക്കുന്നവൻ്റെ പേര്, കീർത്തി, ആയുസ് എല്ലാം ഇല്ലാതാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ തീർത്ത് പ്രജകളെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്, രാജാവിൻ്റെ കടമയാണ്. യശ്ചരാഷ്ട്രേ പ്രജാർ സർവാ ത്രസ്യന്തേ സാധുസാധുബി, ദുഷ്ടന്മാർ നിമിത്തം അസാധുബി, അസാധുക്കളായിട്ടുള്ള, അവിടെ സാധുവല്ല അസാധ്യമാണ്, സാധ്യ പ്ലസ് അസാധു, അസാധു ദുഷ്ടന്മാർ, സാധുക്കളല്ലാത്തവരാൽ പീഡിക്കപ്പെടുന്നു സാധുക്കൾ. അതാണ് സസ്യന്തേ സാധു അസാധുബി, സാധു അസാധുബി തസ്യന്തേ, സാധുക്കൾ അസാധുക്കളാൽ പീഡിക്കപ്പെടുന്നു. അത് രാജാവിന് അകീർത്തികരമാണ്. അതുകൊണ്ട് നിനക്ക് എന്താണ് ദുഃഖം? ഈ പശു നിനക്ക് എന്താണ് ദുഃഖം? രണ്ട് ദുഃഖവും എന്നോട് പറയുക എന്ന് പരീക്ഷിച്ച് ചോദിച്ചു. അതിന് വീണ്ടും ചോദിച്ചതിന് ഉത്തരം, ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു, ഉത്തരം പറയുകയാണ് അവർ. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.